ദിവസവും ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴാണ് പറഞ്ഞത് ക്യാൻസർ ആണെന്ന്. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇതിനു മുമ്പ് അത്ര ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല ആരോഗ്യമുണ്ട്. അവർക്ക് അവരുടെ സ്വന്തം കാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ബന്ധുവാണുള്ളത്. ഇവർ ഓൾറെഡി ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തതാണ്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ചോദിക്കാം. ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരാനുണ്ടായ കാരണവും പിന്നീട് വന്ന മാറ്റങ്ങളെ പറ്റിയും പേഷ്യന്റ് ബന്ധുവിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സർ നമസ്കാരം. സാറിന്റെ പേര്? നമസ്കാരം. എൻ്റെ പേര് പ്രകാശ്. പേഷ്യന്റ് പേരെന്താ സർ? തബിത്ത. എത്ര വയസ്സുണ്ട്? ഒരു 44 വയസ്സുണ്ടാവും. ഓക്കെ. എവിടെ നിന്നാ വരുന്നത്? ഗുണ്ടൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. സർ പേഷ്യന്റിന് ആക്ച്വലി എന്തായിരുന്നു? അമ്മയ്ക്ക് കോളൻ ക്യാൻസർ എന്നാ പറഞ്ഞത്. ഓക്കെ. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു മാഡം. ലക്ഷണങ്ങളൊന്നും കണ്ടിരുന്നില്ല. പിന്നെ വയറുവേദന വന്നു. ആഹാരം കഴിച്ചാൽ അപ്പോൾ തന്നെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞത്. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ആ മുഴയൊക്കെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. ഓപ്പറേഷൻ ചെയ്തിട്ട് എത്രയായി ഇപ്പോ? ഒരു കൊല്ലായി. 1 ഇയർ ആയി. ആ സമയത്ത് മറ്റെന്തെങ്കിലും മെഡിസിൻ എടുത്തിരുന്നോ അതോ ഇത് ഇല്ല, മാത്രമായിരുന്നു? ഇത് മാത്രം. കീമോ എടുത്തായിരുന്നു. കീമോ എടുത്തല്ലേ? 2 കീമോ എടുത്തായിരുന്നു. അതിനുശേഷം കുഴപ്പമൊന്നും ഉണ്ടായില്ല മാഡം. ഓക്കെ. എന്നിട്ടും ഛർദിക്ക് ഒരു ഭേദം ഉണ്ടായില്ല. ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പുനർജൻ ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ കണ്ടത്. അതിനുശേഷം ഞാൻ 2 മാസം മുമ്പ് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാ മരുന്നുകളും വാങ്ങിപ്പോയി. സർ ഡോക്ടർ ആദ്യം നിങ്ങളോട് എന്തസുഖമാണെന്നും നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നോ നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട്? പറഞ്ഞായിരുന്നു മാഡം. ഇത് കൊളൻ ക്യാൻസർ ആണ്. ഇത് പുറത്തെവിടെയെങ്കിലും പോയി ചികിത്സിക്കേണ്ടി വരും. ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഒരു 14 കീമോ ചെയ്യണമെന്നും പറഞ്ഞു. നിങ്ങളപ്പോ 2 പ്രാവശ്യമാണോ ചെയ്തത്? 2 പ്രാവശ്യം. എന്തുകൊണ്ടാണ് 2 പ്രാവശ്യത്തിൽ നിർത്തിയത്? അമ്മയ്ക്ക് കീമോ ഒരിക്കലും ശരിയാവില്ല മാഡം. ആഹാരം കഴിച്ച ഉടനെ ഛർദിയും പിന്നെ ബോഡി വീക്കുമാണ്. പിന്നെ ക്ഷീണം കൂടിയപ്പോ കീമോ വേണ്ടാന്ന് വെച്ചു. ഓക്കെ. ഡ്രെയിൻ ബാഗ് വച്ചിട്ടുണ്ടോ ഇപ്പോഴും? വെച്ചിട്ടുണ്ട് ഇപ്പോഴും മാഡം. വച്ചിട്ടുണ്ടല്ലേ? ഇപ്പോഴുണ്ട്. സാറിന്റെ അമ്മ എന്താ ചെയ്യുന്നത്? ഹെൽത്ത് സൂപ്പർവൈസർ ആയിരുന്നു മാഡം. ഓക്കെ. ഹെൽത്ത് സൂപ്പർവൈസർ ആയിട്ട് അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലേ? ഷുഗറും BP ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ മരുന്ന് കഴിക്കായിരുന്നു. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നുണ്ടായിരുന്നു. അതൊരു സാധാരണ വയറുവേദന എന്ന് വിചാരിച്ചിട്ട് അത്ര കാര്യമാക്കി ഉണ്ടായിരുന്നില്ല. ഓക്കെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാടിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അമ്മയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ടെസ്റ്റ് ഒക്കെ ചെയ്തു നോക്കി. സാധാരണ വേദനയാണെന്ന് അവരും പറഞ്ഞു. ഓക്കെ. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും വേദന കൂടി. പിന്നെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോഴാണ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. അതെ. ശരി. മെഡിസിൻ കഴിച്ചതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഇപ്പൊ കുഴപ്പമില്ല മാഡം. മെഡിസിൻ കഴിച്ചതിന് ശേഷം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് ബോഡി വളരെ വീക്കായിരുന്നു. ഇപ്പോ സ്വന്തം കാര്യങ്ങളെല്ലാം നന്നായി നോക്കുന്നുണ്ട്. ഓക്കെ. അമ്മ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടോ? ഇപ്പോ ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നുണ്ട്. ഓക്കെ. ഡോക്ടറോട് പെർമിഷൻ ചോദിച്ചിട്ടാണോ? അതെ പെർമിഷൻ ഓക്കെ. കിട്ടിയിട്ടാ. അതെ. ഡോക്ടർ എന്താ നിങ്ങളോട് പറഞ്ഞത്? എത്ര നാൾ മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു? ഇപ്പോ 6 മാസം കഴിക്കണം എന്നാ പറഞ്ഞത് മാഡം. 6 months. ഒരു ദിവസം 3 നേരം കഴിക്കണം എന്നാ പറഞ്ഞത്. ഓക്കെ. ഡയറ്റീഷ്യൻ ഫുഡിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. എങ്ങനെയുണ്ട്? എന്തെങ്കിലും മാറ്റം വന്നതായി തോന്നിയിട്ടുണ്ടോ സാറിന്? വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നല്ല കുഴപ്പമില്ല മാഡം. വ്യത്യാസങ്ങളാണല്ലേ? അതെ. അപ്പൊ മെഡിസിൻ ഫോളോ ചെയ്യുവാണ്? അതെ ഫോളോ ഓക്കെ. ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ. ഇപ്പോ സിംറ്റംസ് ഒക്കെ ഒരുപാട് കുറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. കണ്ടിന്യൂ നന്നായിട്ട് മാറിയതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സാർ. ഓക്കെ. താങ്ക് യു. താങ്ക് യു.